നമസ്കാരം, എല്ലാവർക്കും റിവ്യൂ മാസിലേക്ക് സ്വാഗതം. കണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണനയിലെടുക്കുക. സംസ്ഥാന അവാർഡ് 2024 ഒക്ടോബർ 31 പ്രഖ്യാപിക്കുമെന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട്. എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച പ്രഖ്യാപിക്കും. നമ്മുടെ മികച്ച ചിത്രം, മികച്ച നടൻ, മികച്ച നടി, അങ്ങനെയുള്ള എല്ലാ കാറ്റഗറിയിലുള്ള അവാർഡുകൾ നമ്മുടെ സംസ്ഥാന അവാർഡിന് നമ്മൾ ഇച്ചിരി പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അവർ അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർഷവും അർഹതപ്പെട്ടവരുടെ കയ്യിൽ കിട്ടട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്നത്. എപ്പോഴും മികച്ച നടനെ ആയിരിക്കും എല്ലാവരും നോക്കുന്നത്. മികച്ച നടി, മികച്ച സംവിധാനം ഒക്കെ വലിയ വലിയ അവാർഡുകളാണ് എങ്കിൽ പോലും മികച്ച നടനായിരിക്കും എപ്പോഴും ആൾക്കാർ ഉറ്റുനോക്കുന്ന ഒരു അവാർഡ്. എന്തായാലും വിജയരാഘവൻ കിഷ്കിന്ധാകാന്ഡം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് എനിക്ക് പേഴ്സണലായിട്ട്, നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ പറയുക, എനിക്ക് ഗംഭീരമായിട്ട് തോന്നി. ആസിഫ് അലി കിഷ്കിന്ധാകാന്ഡം ഗംഭീര സിനിമയാണെങ്കിൽ ആസിഫ് അലി ഒരു എക്സ്ട്രാ ഓർഡിനറി പ്രകടനം നടത്തിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് ഓരോരുത്തരുടെയും നമ്മുടെ പെർസ്പെക്റ്റീവിലല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. ആസിഫ് അലി നന്നായിട്ട് അഭിനയിച്ചിരിക്കുന്നു. അത് അസാധാരണമായ അല്ലെങ്കിൽ ഗംഭീരമായ പ്രകടനമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ആഭ്യന്തര കുറ്റവാളിയും ഒരു നോർമൽ പടം. പക്ഷെ കിഷ്കിന്ധാകാന്ഡം ഗംഭീര ചിത്രമാണ്, അതിനകത്ത് സംശയം വേണ്ട. വിജയരാഘവനാണെന്ന് എനിക്കത് ഒരു പടി മുന്നിൽ എനിക്ക് അഭിനയം തോന്നിയത്. ARMനകത്ത് നമ്മുടെ ടോവിനോ തോമസ്, പ്രത്യേകിച്ചും മണിയൻ എന്ന് പറയുന്ന ക്യാരക്ടർ, 3 ക്യാരക്ടേഴ്സ് ചെയ്യുന്നത് മണിയൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. മലൈക്കോട്ടെ വാലിബനകത്ത് മോഹൻലാൽ ചെയ്തിട്ടുണ്ട്. മോഹൻലാലിൻ്റെ രീതിയിൽ അത് മലൈക്കോട്ടെ വാലിബനായിട്ട് ശരിക്കും ജീവിച്ചിട്ടുണ്ട്. സിനിമ ഫ്ലോപ്പായിരിക്കാം, പക്ഷെ അത് മാത്രമല്ലല്ലോ പലപ്പോഴും നമ്മൾ എടുക്കുന്ന അവാർഡ് നിശ്ചയിക്കുമ്പോൾ എടുക്കുന്നത് പലതും പല കാറ്റഗറിയിൽ അവരുടെ നോട്ടത്തിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. സിനിമയുടെ വാണിജ്യപരമായ വിജയം ചിലപ്പം എടുക്കണമെന്നില്ല. പക്ഷേ ഇവിടെ ഈ കഥാപാത്രങ്ങളെല്ലാം വിന്യസിച്ച് കിടക്കുമ്പോഴും പലരുടെയും കിടക്കുമ്പോഴും പോറ്റി ഒരു വശത്ത് ഒരു 10 മടങ്ങ് പൊങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം നമുക്ക് ഫീൽ ചെയ്യുന്നത്, ഇപ്പോൾ എന്നെ സംബന്ധിച്ചത് ഫീൽ ചെയ്യുന്നത്, കാരണം വേറൊന്നുമല്ല, കൊടുവൻ പോറ്റി എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ ജീവിതത്തിലെ എക്കാലത്തെ മികച്ച കഥാപാത്രങ്ങളിലൊന്നാണ്. അദ്ദേഹം ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ ചെയ്ത, വിധേയനകത്തെ ഭാസ്കർ പട്ടേൽ ആണെങ്കിലും, സൂര്യമാനസിനകത്തെ പുട്ടുർമീസ് ആണെങ്കിലും, അമരത്തിനെ അച്ചൂട്ടി ആണെങ്കിലും, വടക്കം വീരാതയിലെ ചന്തു ആണെങ്കിലും, ന്യൂഡൽഹിക്കകത്തെ GK ആണെങ്കിലും, അങ്ങനെ ഇഷ്ടം പോലെ കഥാപാത്രങ്ങൾ ചെയ്തു കൂട്ടിയ വ്യക്തിക്ക് കൊടുവൻ പോറ്റി അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള ഒരു വെല്ലുവിളി ആയിരിക്കത്തില്ല. പക്ഷെ മലയാളികൾ അത് നെഞ്ചോട് ചേർത്ത് 60 കോടി കൂടുതൽ കളക്ഷൻ കിട്ടിയത് മാത്രമല്ല, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം, 4 കഥാപാത്രങ്ങൾ, അതിനകത്ത് അർജുന അശോകൻ പോലും ഗംഭീര ക്യാരക്ടർ ആണ്, സിദ്ധാർത്ഥ ഭരതൻ ഒക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി ഒരു രക്ഷയില്ലാത്ത കഥാപാത്രം. അതിനകത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന ഒരു മികച്ച ഡയറക്ടറിൻ്റെ, പ്രത്യേകിച്ച് ഹൊറർ ബേസ് ചിത്രം ചെയ്യുമ്പോൾ ഒരു അസാധാരണ കഴിവുള്ള ഒരു ഡയറക്ടറായി കിട്ടിയപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു പൊടിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ നാഗവല്ലിയുടെ കൂട്ടാണ്. നാഗവല്ലി നമ്മൾ സിനിമ കാണുമ്പോൾ നാഗവല്ലിയുടെ ബാക്കി വേർഷനിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം ശോഭനയുടെ ക്വാളിറ്റി എന്തോന്നുള്ളത്. അന്നേരം ഡബ് ചെയ്തത് ഭാഗ്യലക്ഷ്മി അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ഭാഗ്യലക്ഷ്മിയുടെ കൂടെ വേറൊരു ആർട്ടിസ്റ്റും കണ്ടാണ് അത് ഡബ് ചെയ്തത് ശോഭനയുടെ ഡബിങ് അല്ല അതിനകത്ത്. ഇവിടെയും കൊടുവൻ പറ്റി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ ഇതൊരു ഹാസ്യ അല്ലെങ്കിൽ ട്രോളുന്ന മെറ്റീരിയൽ ആകാൻ വളരെയധികം ചാൻസ് ഉള്ളൊരു സിനിമയാണ് ബ്രഹ്മയുഗം. അതിനകത്ത് കൊടുവൻ പോറ്റി പ്രത്യേകിച്ച്. പക്ഷേ ഒരു മില്ലിമീറ്റർ പോലും തെറ്റാതെ ഗംഭീരമായിട്ട് ആ കഥാപാത്രം ചെയ്തു എന്നുള്ളതാണ് മമ്മൂട്ടി കൊടുവൻ പോറ്റിയായിട്ട് സത്യം പറഞ്ഞാൽ ജീവിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തു. അത്രയും അതിഗംഭീരമായിട്ട് അദ്ദേഹം അഭിനയിച്ച് തകർത്തൊരു കഥാപാത്രം. അന്നേരം അതിന് മണ്ടയ്ക്ക് വെക്കാൻ പറ്റുമോ ബാക്കിയുള്ള കഥാപാത്രങ്ങൾ? നിങ്ങളുടെ പറയുക, നിങ്ങളുടെ കമൻസ് പറയുക കൃത്യമായിട്ടും. ഏത് ചിത്രത്തിൽ അഭിനയത്തിന് ആർക്കായിരിക്കും മികച്ച നടൻ? എന്തായാലും ഇനിയും വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ ഇനിയും സംസ്ഥാന അവാർഡ് പ്രഖ്യാപിക്കാൻ. എന്തായാലും എനിക്ക് തോന്നുന്നത് നമ്മുടെ സാധാരണ പ്രേക്ഷകൻ വലിയ വിലയിരുത്തലൊന്നുമല്ല, നമ്മൾ ഒരുപാട് ചിത്രങ്ങൾ കണ്ടിട്ടുള്ള വിലയിരുത്തൽ മാത്രമേ ഉള്ളൂ. നമുക്ക് തോന്നുന്നത് കൊടുവൻ പോറ്റിക്ക് ഒരു കമ്പാരിസണും ഇല്ലാത്ത കൊടുവൻ പോറ്റിക്ക് കൊടുക്കാമെന്നുള്ളതാണ്. എന്തായാലും മികച്ച നടൻ മത്സരം കടുപ്പമേറിയ മത്സരമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും ഈ മത്സരത്തിൽ ആര് വിജയിക്കും എന്നുള്ളത് ജനങ്ങളൊരു അവാർഡ്, എന്തായാലും ജനങ്ങൾ മനസ്സുകൊണ്ട് അർപ്പിച്ചൊരു അവാർഡ് കാണാം. ഇനി സംസ്ഥാന സർക്കാർ കൃത്യമായ ഒരു അവാർഡ് കൊടുത്താൽ ആർക്ക് കിട്ടും അതെന്തായാലും നിങ്ങൾ ശരിക്കും. എന്തായാലും എനിക്ക് ഒരു പടി മുമ്പിൽ കൊടുവൻ പോറ്റിയാണ് തോന്നിയിരിക്കുന്നത്. ചിലപ്പം വിജയരാഘവനായിരിക്കാം, ചിലപ്പോൾ ആസിഫ് അലിക്കായിരിക്കാം, ചിലപ്പം ടോവിനോ തോമസിനായിരിക്കാം, അങ്ങനെ ചിലപ്പം മലൈക്കോട്ടെ വാലിബന് മോഹൻലാലിനായിരിക്കാം, ആവേശത്തിലെ ക്യാരക്ടറിന് ഫഹദ് ഫാസിലായിരിക്കും. നമുക്കൊന്നും പ്രെഡിക്റ്റബിൾ അല്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് പറയുക. എന്തായാലും എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ കമൻസിൽ ഉറപ്പായിട്ട് രേഖപ്പെടുത്തുക. എന്തായാലും അവാർഡ് ഏറ്റവും അടുത്ത നിമിഷങ്ങളിൽ തന്നെ, ഇനി ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ എത്തുന്നതാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.